ഒരു പ്രധാനപ്പെട്ട വിവരം വരികയാണ്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാരിനെ നടി രഞ്ജിനെ സമീപിച്ചിരിക്കുന്ന ഒരു പുതിയ വാർത്ത വരുന്നുണ്ട്. പുറത്തു വിടരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ട്, റിപ്പോർട്ട് പുറത്തു വിടരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ട് രഞ്ജിനിയെ സർക്കാരിനെ സമീപിച്ചിരിക്കുന്നു. അപ്പോൾ സർക്കാർ നിയമ പരിശോധനയ്ക്കൊരുങ്ങുന്നു. റിപ്പോർട്ട് പുറത്തുവിടുന്ന കാര്യത്തിൽ ആശയക്കുഴപ്പം. സർക്കാർ തീരുമാനം നാളെ രാവിലെ. ഇന്ന് കോടതിയിൽ പോയി നടന്നില്ല, നേരെ സർക്കാരിന്റെ മുന്നിൽ. അതെ, നിലവിൽ ഇതിന് എന്താണ് നിയമ തടസ്സം എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഹൈക്കോടതി അനുവദിച്ചിട്ടില്ല. ഡിവിഷൻ ബെഞ്ചിലേക്കല്ലേ പോയത്. സർക്കാർ പുറത്തുവിടണമെന്ന് ഡയറക്ഷൻ പോയിട്ടുണ്ട്. സ്റ്റേ അനുവദിച്ചിട്ടില്ല, ഡയറക്ഷനും പോയിട്ടുണ്ട്. പുറത്തുവിടണമെന്ന് പുറത്തുവിടണമെന്നുള്ള ഡയറക്ഷനാണ് ഇപ്പോൾ നിലവിൽ. ഒരാഴ്ചക്കകം പുറത്തുവിടണമെന്നുള്ള ഡയറക്ഷനാണ് നിലവിലുള്ളത്. സിംഗിൾ ബെഞ്ചിന്റെ വിധിയുള്ളത് എന്താണ്? ഇത് പുറത്തുവിടണമെന്നും അത് മാധ്യമങ്ങൾ ചർച്ച ചെയ്യണമെന്നുമുള്ള സിംഗിൾ ബെഞ്ച് വിധി ഹൈക്കോടതി സ്റ്റേ ചെയ്യാത്തിടത്തോളം കാലം പിന്നെ നിയമസാധുത പരിശോധിക്കാൻ സർക്കാർ പോകുന്ന എന്തിനാണ്? റിപ്പോർട്ട് പുറത്തുവിടാനുള്ള താല്പര്യം സർക്കാരിനുണ്ടോ? സൂചിപ്പിച്ച ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം എനിക്ക് സംശയം ഉണ്ടാവുന്നത് അവിടെയാണ്. സാംസ്കാരിക വകുപ്പിന് കഴിഞ്ഞ തവണ ഈ വിവരാവകാശ കമ്മീഷന്റെ സിറ്റിംഗ് കൂടുന്ന ഘട്ടങ്ങളിൽ 3 തവണ നമ്മൾ മാധ്യമപ്രവർത്തകർ സാംസ്കാരിക വകുപ്പിനെ സമീപിച്ചു. പക്ഷേ 3 തവണയും സാംസ്കാരിക വകുപ്പ് അത് നിരാകരിക്കാനുണ്ടായത്. ശരി, ഈ റിപ്പോർട്ടിലെ ഏത് ഭാഗങ്ങൾ പുറത്തുവിടണം എന്നുള്ളത് സർക്കാരിന് തീരുമാനിക്കാൻ കഴിയാത്തത് കൊണ്ട് നിരാകരിച്ചു എന്നതാവാം. പക്ഷേ വിവരാവകാശ കമ്മീഷൻ കൃത്യമായി രേഖപ്പെടുത്തി കൊടുത്തു. വിവരാവകാശ കമ്മീഷൻ പറഞ്ഞത് പ്രകാരം 49-ാം പേജിലെ 96-ാമത്തെ ഖണ്ഡിക അത് സ്വകാര്യതയെ ഹനിക്കുന്നതാണ്, അത് പബ്ലിഷ് ചെയ്യരുത്. 81 മുതൽ 100 വരെയുള്ള 19 പേജുകളുണ്ട്. ആ പേജുകളിൽ ചില സൂചനകളുണ്ട്, അത് പുറത്തുവിടരുത്. 165 മുതൽ 196 വരെയുള്ള ഭാഗങ്ങളും അപ്പൻഡിക്സിൽ പറയുന്നത് പോലെയുള്ള ഈ സ്ക്രീൻഷോട്ടുകളും ക്ലിപ്പുകളും പുറത്തുവിടരുത്, അതും സ്വകാര്യതയെ ഹനിക്കുന്നതാണ്. ഇതൊക്കെ മനസ്സിലാക്കിയിട്ടാണല്ലോ 233 പേജുകൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. അതിനിടയിൽ ഇനിയിപ്പോൾ എന്താണ് സംഭവിക്കുക എന്നുള്ളതാണ്. നമ്മളോടൊപ്പം റോഷിപാൽ ചേരുന്നു. റോഷിപാലിനാണ് നാളെ ഈ റിപ്പോർട്ട് ആദ്യം കിട്ടേണ്ടിയിരുന്ന മാധ്യമപ്രവർത്തകൻ. റോഷിപാൽ, എന്താണ് സർക്കാരിനകത്തൊരു സംശയം ഇപ്പോൾ? അരുൺകുമാർ, ഒന്ന്, രഞ്ജിനി ഇന്ന് ഹൈക്കോടതിയെ ഈ വിഷയത്തിൽ സമീപിച്ചതാണ് സർക്കാരിന് ആശയക്കുഴപ്പമുണ്ടാകാൻ പ്രധാനപ്പെട്ട കാരണം. രഞ്ജിനി ഹൈക്കോടതിയെ സമീപിച്ചതിനൊപ്പം തന്നെ താൻ നിയമ നടപടി തുടങ്ങിയെന്ന് സംസ്ഥാന സർക്കാരിനെ അറിയിക്കുകയും ചെയ്തു. ഈ റിപ്പോർട്ട് പുറത്തുവിടാൻ പാടില്ല എന്നാവശ്യപ്പെട്ടുള്ള ഹർജിയിൽ സ്റ്റേ അനുവദിച്ചില്ലെങ്കിൽ പോലും ഇതിന്റെ തുടർവാദം ഉൾപ്പെടെ തിങ്കളാഴ്ച തുടങ്ങുകയാണ്. അതുകൊണ്ട് ഈ കാര്യത്തിൽ ഒരു തീരുമാനം വന്നതിന് ശേഷം മാത്രമേ റിപ്പോർട്ട് പുറത്തുവിടാൻ പാടുള്ളൂ എന്ന നിലപാട് രഞ്ജിനി എടുക്കുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഒരു നിയമപരിശോധനയ്ക്ക് ഏതാണ്ട് വൈകിട്ട് 5 മണി ഓഫീസ് പ്രവർത്തനം അവസാനിച്ചതിന് ശേഷമാണ് ഈ കോടതിയുടെ നടപടിയുടെ വിവരങ്ങൾ പുറത്തു വന്നതും അത് സർക്കാരിന് അറിയുന്നതും. അപ്പൊ രാത്രിയോടെയാണ് മന്ത്രി സജി ചെറിയാനെ നടി രഞ്ജിനി ഈ കാര്യം അറിയിക്കുന്നതും. ഈ ഒരു സാഹചര്യത്തിൽ രാവിലെ തന്നെ നിയമപരിശോധന നടത്തും. നിയമവകുപ്പ് തന്നെ ഈ കാര്യം വളരെ വിശദമായി പരിശോധിക്കും. ഇന്നത്തെ കോടതി നടപടിയുമായി ബന്ധപ്പെട്ടും ഇനി ഈ കാര്യത്തിൽ രഞ്ജിനിക്ക് ഇതിലിപ്പോൾ സിംഗിൾ ബെഞ്ച് വിധി നിലനിൽക്കുകയാണ്. സിംഗിൾ ബെഞ്ച് വിധി അസന്ദിഗ്ധമായി പ്രഖ്യാപിച്ചിരിക്കുന്നത് റിപ്പോർട്ട് പുറത്തുവിടാം എന്നാണ്. ഡിവിഷൻ ബെഞ്ചിനെ ഈ നടി സമീപിച്ചു. ഇതിലേതെങ്കിലും നിയമക്കുരുക്കുണ്ടെങ്കിൽ ഡിവിഷൻ ബെഞ്ച് ഇതിലൊരു സ്റ്റേ അനുവദിക്കുമല്ലോ. ആ സ്റ്റേ അനുവദിച്ചിട്ടില്ലല്ലോ. അരുൺകുമാർ, ഈ കാര്യത്തിൽ ഇപ്പോഴും നമ്മൾ സർക്കാർ ഡെപ്യൂട്ടി സെക്രട്ടറി, സാംസ്കാരിക വകുപ്പിലെ ഡെപ്യൂട്ടി സെക്രട്ടറിയോ അല്ലെങ്കിൽ ഇതിന്റെ അപ്പീൽ അധികാരിയായ ജോയിന്റ് സെക്രട്ടറിയോ ബന്ധപ്പെടുമ്പോൾ ഈ തീരുമാനത്തിൽ മാറ്റമില്ല. രാവിലെ 11 മണിക്ക് തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാനാണ് തീരുമാനം. പക്ഷേ എങ്കിൽ ഇത് പറയുമ്പോഴാണ് അഡീഷണൽ ചീഫ് സെക്രട്ടറി സാംസ്കാരിക വകുപ്പിന്റെ നിന്നും ലഭിക്കുന്ന വിവരം സർക്കാർ ഈ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുന്നത് രാവിലെ ആയിരിക്കും. ഈ ഒരു വനിത, ഒരു സിനിമാ പ്രവർത്തക കൂടിയ വനിത, ഇതിൽ മൊഴി നൽകിയ വനിത ാണ് ഇതിൽ ഒരു പരാതിയുമായി വരുന്നത്. ആ ഒരു ഘട്ടത്തിൽ ആ പരാതി പരിശോധിക്കേണ്ടി വരും. ഏതെങ്കിലും ഘട്ടത്തിൽ അവർ പറഞ്ഞ മൊഴികൾ പുറത്തു വരുമോ എന്ന ആശങ്ക കൊണ്ടായിരിക്കാം അവർ പരാതിയുമായി കോടതിയെ സമീപിക്കുന്നതും തുടർ പരാതിയുമായി സർക്കാരിനെ സമീപിക്കും. അതുകൊണ്ട് സർക്കാരിന് ആ കാര്യത്തിൽ ഒരു നിയമപരിശോധന നടത്തിയേ മതിയാകൂ എന്ന നിലപാടിലേക്ക് എത്തുന്നുവെന്ന് ഇപ്പോൾ സാംസ്കാരിക വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി വ്യക്തമാക്കുന്നു. ഇത് മാത്രമാണ് നമുക്ക് ഒടുവിൽ ലഭിക്കുന്ന വിവരം. അങ്ങനെയെങ്കിൽ നാളെ 1 മണിക്കൂർ മാത്രമാണ്, സർക്കാർ സമയം തുടങ്ങി കഴിഞ്ഞാൽ 10 മുതൽ 11 വരെയുള്ള 1 മണിക്കൂറിനകം ഇതിൽ ഒരു തീരുമാനം സർക്കാർ എടുക്കണം. ഈ റിപ്പോർട്ട് പുറത്തുവിടണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ. റോഷിപാൽ, രഞ്ജിനി എന്തുകൊണ്ടാണ് റിപ്പോർട്ട് പുറത്തുവിടരുത് എന്ന് പറയുന്നത്? അതിന്റെ കോപ്പി കിട്ടണം, അതിൽ കുഴപ്പങ്ങൾ എന്തെങ്കിലും ഉണ്ടോ, മൊഴി നൽകിയ ഒരാളെന്ന നിലയ്ക്ക് അതിന്റെ വിശദാംശങ്ങൾ അറിയണം എന്നതല്ലേ അവരുടെ ആവശ്യം? സ്മൃതി, അതാണ് ആവശ്യം. പക്ഷെ അവർ തടസ്സവാദം ഉന്നയിച്ചു കഴിഞ്ഞു. സർക്കാരിന് മുന്നിൽ അവർ തടസ്സവാദം ഉന്നയിച്ചു കഴിഞ്ഞു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം ആദ്യം ഒരു സിനിമാ പ്രവർത്തകൻ വരുന്നു, സജി പറയും, അത് തള്ളുന്നു കോടതി. അവരുടെ ആവശ്യം കോടതി തള്ളുന്നു, റിപ്പോർട്ട് പുറത്തുവിടാൻ നിർദ്ദേശിക്കുന്നു. മാത്രവുമല്ല, കൃത്യമായി സംസ്ഥാന സർക്കാരും ഒപ്പം വിവരാവകാശ കമ്മീഷനെ പ്രതിനിധീകരിച്ചുള്ള അഭിഭാഷകന് കോടതിയിൽ വ്യക്തമാക്കിയതാണ് ഒരു തരത്തിലുള്ള വ്യക്തിഗത വിവരങ്ങളും ഈ റിപ്പോർട്ടിൽ ഉണ്ടാകില്ല. പുറത്തു വരുന്ന റിപ്പോർട്ടിൽ ഒരു വ്യക്തിഗത വിവരങ്ങളും ഉണ്ടാകില്ലെന്ന്.
അത് ശരിയാണ് ഋഷി. അങ്ങനെ ഹൈക്കോടതിയിൽ തന്നെ സർക്കാർ അഭിഭാഷകൻ തന്നെ നിലപാടെടുത്തിട്ടുണ്ട്. സർക്കാരിന് ഇനി മാത്രമല്ല അങ്ങനെ ഇനി ഒരു നിലപാട് മാറ്റം അത്ര സാധ്യമല്ല. അത് തീർച്ചയായിട്ടും ചെയ്തുകൂടെ. അത് ന്യായീകരിക്കാൻ ഒരു വഴിയില്ല. രഞ്ജിനിയുടെ നീക്കം തന്നെ ആ ഘട്ടത്തിൽ സംശയകരമാണ്. അതെ അതെ, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം രഞ്ജിനിക്ക് എന്താ ആവശ്യം? രഞ്ജിനിക്ക് വേണ്ടത് താൻ കൊടുത്ത മൊഴി അതേപടി രേഖപ്പെടുത്തിയുള്ള റിപ്പോർട്ടാണോ തയ്യാറാക്കിയിരിക്കുന്നതെന്ന് അറിയണം. പക്ഷേ നിലവിൽ ഓരോ നടിമാരും കൊടുത്തിരിക്കുന്ന മൊഴികൾ സ്വകാര്യതയെ മുൻനിർത്തിക്കൊണ്ട് അതൊന്നും പുറത്തുവിടുന്നില്ല. ആ മൊഴികളിൽ നിന്ന് ഈ കമ്മിറ്റി എത്തിയിരിക്കുന്ന നിഗമനങ്ങൾ മാത്രമാണ് പുറത്തുവിടുന്നത്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ രഞ്ജിനി എന്ന നടി കൊടുത്തിരിക്കുന്ന മൊഴി, ഇത് രഞ്ജിനി കൊടുത്ത മൊഴി, രഞ്ജിനി എന്ന നടി ആരുടെ പ്രതിനിധിയാണ് എന്നാണ് ഇനി അന്വേഷിക്കേണ്ടത്. നോക്കൂ സ്മൃതി, ഇതാണ് നമ്മളെ വേദനിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം. Meet the editors.